ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് തളിയിൽ ക്ഷേത്രത്തിലാണ്. ഇതാണ് കാസർഗോഡ് ജില്ലയിലെ തളിയിൽ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രാജകുടുംബത്തിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണു ക്ഷേത്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇപ്പോൾ ഇത് ഈ ഭാഗത്തെ ഏറ്റവും വലിയ ശിവക്ഷേത്രങ്ങളിലൊന്നാണ്. ക്ഷേത്രത്തിന് ചുറ്റുമായി ധാരാളം തൂക്കുവിളക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റും തൂക്കുവിളക്കുകളുടെ ഒരു ശൃംഖല തന്നെ തീർത്തിരിക്കുന്നത് കാണാം. പ്രധാന ഉത്സവം ശിവരാത്രിയോടനുബന്ധിച്ചാണെങ്കിലും എല്ലാ ദിവസവും ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വരാറുണ്ട്. ശിവക്ഷേത്രത്തിൻ്റെ സമീപമുള്ള ഉപക്ഷേത്രത്തിൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഇതാണ് ശാസ്താവിൻ്റെ ക്ഷേത്രം. ഈ പ്രദേശങ്ങളിലെ ആളുകൾ മാലയിട്ടതിന് ശേഷം ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ്. എല്ലാ ദിവസങ്ങളിലും ധാരാളം ഭക്തർ ഇവിടുന്ന് ഇരുമുടിക്കെട്ട് നിറച്ച് ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ശിവക്ഷേത്രത്തോട് ചേർന്നുള്ള ശാസ്താവിൻ്റെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. വെട്ടുകല്ലിൽ തീർത്ത ഒരു വലിയ ക്ഷേത്രമാണ് ഈ തളിയിൽ ശിവക്ഷേത്രം. ക്ഷേത്രത്തോടനുബന്ധിച്ച് അതിബൃഹത്തായ ഒരു ക്ഷേത്രക്കുളവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ക്ഷേത്രക്കുളത്തിലേക്കുള്ള ഇറങ്ങാനുള്ള പടിപ്പുരയാണ് ഇത്. ഇതാണ് ഉപക്ഷേത്രമായ മഹാവിഷ്ണു ക്ഷേത്രം. മഹാവിഷ്ണു ക്ഷേത്രത്തിന് തന്നെയാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. എന്നാലും കാലക്രമേണ അത് ശിവക്ഷേത്രത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇതാണ് ഗണപതി ക്ഷേത്രം.
ശിവക്ഷേത്രത്തോട് അനുബന്ധിച്ച് തന്നെയാണ് ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. സ്വർണ്ണവർണ്ണം പൂശിയ മനോഹരമായ ഒരു കൊടിമരമാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോഹരമായ കൊത്തുപണികളോട് കൂടിയ അതിബൃഹത്തായ ക്ഷേത്രവാതിൽ നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായ കൊത്തുപണികളോടെയാണ് ഈ ക്ഷേത്രവാതിൽ നിർമ്മിച്ചിരിക്കുന്നത്. രാജഭരണത്തിൻ്റെ പ്രൗഢിയിൽ തന്നെ ഈ ക്ഷേത്രം ഇന്നും നിലനിൽക്കുകയാണ്. നീലേശ്വരം രാജകുടുംബത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വലിയൊരു കയറ്റമൊക്കെ തള്ളിക്കയറ്റി ഇവിടെ വന്നപ്പോൾ അടിപൊളി ഒരു ഹോട്ടൽ, ഒരു സാധാരണ ഹോട്ടൽ, നാടൻ ഹോട്ടൽ. അവിടുന്ന് ചപ്പാത്തിയും ഓംലെറ്റും ഒക്കെ കഴിച്ചു. കുഞ്ഞിക്ക് ഒരു ഓംലെറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മൾ നേരെ നീങ്ങുകയാണ്. ചെറിയ മൂടലുണ്ട് കേട്ടോ. അങ്ങോട്ട് ചെല്ലും തോറും മഴ പെയ്യാൻ സാധ്യത കാണും. എന്നാലും കുഴപ്പമില്ല. ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ യാത്ര കാസർഗോഡിൻ്റെ മണ്ണിലൂടെ. അപ്പോഴത്തെ മൂന്നാം കുറ്റിയിൽ നമ്മൾ ഉള്ളിലോട്ടൊന്ന് കയറിയിട്ടുണ്ട്. ഇതുണ്ട് ഒരു തിരിവ് കാണിക്കാം. ഒരു മലയുടെ മുകളിലാണ്. ഉണ്ടോ, നമ്മൾ ഹൈവേ കൂടെ വരുമ്പം കാണുന്ന ഒരു സ്ഥലമാണിത്. ഒരു മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ തള്ളിക്കയറ്റിയ മലയുടെ മുകളിലാണിത്. അടിപൊളി കാഴ്ചകളാണ്. ഇനി അങ്ങോട്ട് ഗ്രാമപ്രദേശങ്ങളാണ്. ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള കാഴ്ചയാണ്. അപ്പോഴത്തെ കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചകളാണ്. വന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻ റോഡ് വിട്ട് നമ്മൾ ആയിക്കോട്ടെ അമ്മച്ചി. അടിപൊളി പുഴയാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നടക്കിയിട്ട് പോയാൽ Take the next right toward Palai Road, then make a U-turn.
സ്ഥലത്തൂടെ തന്നെയാണ് പണ്ടും വന്നിരിക്കുന്നത്. അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സ്ഥലത്തിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഇതിലെ തന്നെയാണ്. Take the second left toward Palai Road, then make a U-turn. ഈ സ്ഥലത്തൂടെ തന്നെയാണ് വന്നത്. അപ്പോഴത്തെ ഈ സ്ഥലങ്ങളിലൂടെ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. നീലേശ്വരം എക്സൈസ് ഓഫീസൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങി പോകുന്നു. ഇതെല്ലാം തരിശു ഭൂമികളാണ്. ചീങ്കല്ലാണ്, ചീങ്കല്ല്. അയ്യോ പുള്ളി എനിക്ക് Turn right toward Palai Road, then make a U-turn. ഒരുപാട് നമ്മൾ സൈക്കിളിലായതുകൊണ്ട് ചവിട്ടി എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുള്ളി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതെ, Make a U-turn, then turn left onto Palai Road. In 200 meters, make a U-turn. 200 മീറ്റർ പോയിട്ട് യൂട്ടാണ്. ഇതിനകത്തിന് ഇറക്കം വിട്ട് പോവുക. നമ്മൾ ഒക്കെ തള്ളി കയറണമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാണേലും പോവാം. ഓ അടിപൊളി സ്ഥലങ്ങളാണ്. കുന്നിൻ്റെ മണ്ടയാണ് ഇപ്പം. കുന്നിൻ്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങുകയാണ്. കുത്തനെയുള്ള ഇറക്കങ്ങളാണ് കേട്ടോ. കേട്ടോ, കുത്തനെയുള്ള ഇറക്കങ്ങളാണ്. പതിയെ ബ്രേക്കൊക്കെ പിടിച്ച് പതിയാണ് ഇറങ്ങി പോകുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ വീടുകളുണ്ട്, മാന്തോപ്പുകൾ, മാവ് കപ്പിലുമാവ്, ഇതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ചീങ്കല്ലാണ്. അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെക്കാൻ പറ്റുന്ന മരങ്ങളിൽ, വലിയ മരങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. മുഴുവൻ ചീങ്കല്ലാണ് കേട്ടോ. മണ്ണെന്ന് പറയുന്ന സാധനം കുറവാണ്. ഇത് മൊത്തം കാടായിട്ടാണ് ഇവിടെ. പിന്നെ കുഴപ്പമില്ല. മഴ പെയ്താൽ നമുക്ക് എവിടെ പോയാലും പാർട്ടി ഓഫീസ് ഇഷ്ടം. പാലായി റെഗുലേറ്ററി കം ബ്രിഡ്ജാണിത്. നമ്മളിപ്പം അതുപോലുള്ള ബ്രിഡ്ജുകളിൽ എല്ലാ ജില്ലകളിലും റെഗുലേറ്ററി ബ്രിഡ്ജ് ഇല്ലാത്തൂടെ നമ്മൾ കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ബീഡി തെറുപ്പ്, കാസർഗോഡ് കണ്ണൂരൊക്കെയാണ് ബീഡി തെറുപ്പിൻ്റെ ഏരിയ. അവിടെ ഒരു ബീഡി തെറുപ്പിൻ്റെ ഷെഡ് കണ്ടു. Take the next left toward Palai Road, then make a U-turn. ഈ പൂളമച്ചിനെ കൊണ്ട് മടുത്തു. വായു വെള്ളം ഒഴിച്ചിരിക്കും. ചുമ്മാ കടന്ന് പറഞ്ഞു. ബ്രിഡ്ജിലോട്ട് നമുക്ക് കയറുകയാണ്. ഏറ്റവും വലിയ ബ്രിഡ്ജായ തണ്ണീർമുക്കം ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ ആദ്യം കയറി വന്നത്. തണ്ണീർമുക്കം പണി അവസാനത്തെ വണ്ടിയിൽ നമ്മൾ കയറാൻ പോവുകയാണ്. In 600 meters, continue straight past BHARATHAKALENJALI Dance Academy. ദൈവം തമ്പുരാനേ അറിയത്തുള്ളൂ. ഈ ഇറക്കം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി നമ്മുടെ പാൽച്ചുര ഇറക്കം പോലെയുണ്ട്. നല്ല കുത്തിറക്കാണ്. വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. എവിടെയെങ്കിലുമൊക്കെ കയറി കിടക്കാം, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. എന്നാലും നമ്മൾ സ്ഥലങ്ങൾ കാണണം എന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. എത്ര റിസ്ക് എടുത്താണേലും നമ്മൾ സ്ഥലങ്ങളെ കേരളം മൊത്തം നല്ല രീതിയിൽ കണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഇറക്കം എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു പാൽച്ചുരത്തിൻ്റെ അത്രയും ഉണ്ട്. ആ അതെ അതെ, ഞാൻ കാശ്മീർ യാത്രയാണ്. 14 ജില്ലയും മൊത്തത്തിൽ കണ്ടിട്ടേ പോകത്തുള്ളൂ. ആ ആ നമ്മൾ
നല്ല പാടത്തോട്ടം ഇറങ്ങിയിട്ടുണ്ട്. കാസർഗോട്ടെ നല്ല പാടം, അടിപൊളി പാടശേഖരം. ഇതെല്ലാം കഴിഞ്ഞ് പാടശേഖരമാണ്. ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുന്ന കുറച്ച് നെല്ലുണ്ട്. അത് താമസിച്ച് ഒരു ചെറിയ പണി കിട്ടിയില്ല. കാസർഗോഡിൻ്റെ നെൽപ്പാടങ്ങൾ അടിപൊളി കാഴ്ചയാണ്. അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ ഈ ചേട്ടായി, ചേട്ടായിയുടെ പേരെന്ന് പറഞ്ഞേ മഹേഷ്. ഈ ചേട്ടായി നമ്മൾ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് എന്നെ പൊക്കിയതാണ്. ഇതുണ്ടോ നെല്ല് കൊയ്യാൻ പരുവത്തിലായി നിൽക്കുന്ന നെല്ലുണ്ട്. അതുപോലെ തന്നെ ഇപ്പം തന്നെ വിതച്ചിരിക്കുന്ന പാടങ്ങളുണ്ട്. കെട്ടി വെച്ചിരിക്കുന്നു. കച്ചിയൊക്കെ കുറച്ചുകൂടെ കൊയ്യാനുണ്ട്. അപ്പത്തെ നമ്മൾ മഹേഷ് ചേട്ടൻ്റെ പുറകെ പായുകയാണ്. ഈ സ്കൂട്ടറിലാണ്. നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയ മനുഷ്യനാണ്. ഇത് കണ്ടോ ഈ കാഴ്ചയൊന്ന് കണ്ട് കിടക്കുന്ന കണ്ടാ അടിപൊളി പാടശേഖരം. അപ്പോൾ കാസർഗോഡിൻ്റെ മണ്ണിലാണ്, അതായത് നമ്മുടെ അടുത്ത സംസ്ഥാനത്തിൻ്റെ ബോർഡറാണിത്. അതുകൂടെ ചിന്തിക്കണം. അപ്പോൾ കൃഷിരീതികളൊക്കെ അടുത്ത സംസ്ഥാനത്തിൻ്റെ രീതിയിലേക്ക് മാറിയ ഒരു കൃഷിരീതിയാണ് ഇവിടെ കാണുന്നത്. ഇതുണ്ടോ നമ്മുടെ നാടൻ പയർ കൃഷി ചെയ്തിരിക്കുന്നു. വിതപ്പയറെന്ന് പറയും. ഇതൊക്കെ പയർ എടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഹൈവേ പിടിച്ച് പോയിരുന്നാൽ ഇതൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് പാലായിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ പാലായിൽ നിന്ന് വന്ന് പാലായിലോട്ട് ഇറങ്ങി ഡാൻസ് പഠിക്കുന്ന പിള്ളേരെയൊക്കെ കാണാം. Continue straight past BHARATHAKLANJLI Dance Academy, then turn left onto Palai Shettercombe Bridge Road. പാലായിലെ സെൻട്രൽ ബ്രാഞ്ച് ഓഫീസാണ് കാണുന്നത്. അപ്പം പാലായി LP സ്കൂൾ, ALP സ്കൂൾ, അങ്ങനെ LP സ്കൂളൊക്കെ കടന്ന് നമ്മളിങ്ങനെ തികച്ചും കാസർഗോഡൻ ഗ്രാമങ്ങളിലൂടെ ചവിട്ടിപ്പറക്കി പോവുകയാണ്. അന്നേരം ഇവിടുത്തെ ഒരു അമ്പലം കാണാം. ഒരു മനോഹരമായ അമ്പലം. Take the next left onto Palai Shettercombe Bridge Road. അതെ, ദേവീക്ഷേത്രം. അപ്പോൾ ദേവീക്ഷേത്രമാണ്. ഇനിയാണ് റെഗുലേറ്ററി കം ബ്രിഡ്ജിലോട്ട് കയറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ.